വെൽക്കം ടു ഋത്വിക പാർക്കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. കാരണം ഇന്നലെ ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും തന്നെ നേരിട്ട് കണ്ടിട്ടും എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോ ഒന്നും ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായി സന്തോഷം തോന്നി. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഇന്നലെ കുറച്ച് തിരക്കിപ്പെട്ടു. തിരക്കെന്ന് പറഞ്ഞാൽ മോൻ്റെ ആനുവൽ ഡേ ആയിരുന്നു സ്കൂളിൽ. ഞാനിപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സ്കൂളിൽ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയി. പക്ഷെ അതെല്ലാം കുളമായി പോയിട്ട് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതായിപ്പോയി. കാരണം മോൻ്റെ ആനുവൽ ഡേ ഡാൻസ് തുടങ്ങുന്നത് ഒരു 2 മണിക്കായിരുന്നു. ഞങ്ങൾ അവിടെ 1 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അവിടെ പോയതും എൻ്റെ ചെറിയ മോൻ ഭയങ്കരമായി കരച്ചിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ടായിരിക്കുന്ന വിചാരിച്ചത്. ഞാൻ മാറി നിന്നു. എന്നിട്ടും അവൻ്റെ കരച്ചിലൊന്നും നിന്നില്ല. അവൻ്റെ ഡാൻസ് തുടങ്ങാനായി ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു കരയേണ്ട, സ്റ്റേജിൽ കയറുന്നൊക്കെ പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. പക്ഷെ അവൻ അതനുസരിച്ചില്ല. അവൻ 2 കൈയും മുഖം അടച്ചു പിടിച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു. സ്റ്റേജിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് കയറ്റിയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് തുടങ്ങി. എന്നിട്ടും അവൻ മാത്രം 2 കൈയും മുഖം അങ്ങനെ കപ്പുന്ന അടച്ച് മിണ്ടാതെ നിന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിച്ചു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ അത് കണ്ടപ്പോൾ ഭയങ്കരമായി സങ്കടമായി. പിന്നെ ഭയങ്കര വിഷമമായപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും നിന്നില്ല. പിന്നെ ഞാൻ അതാണ് നല്ല വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മോൻ്റെ സ്കൂളിലേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കണം, ഞാൻ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് തന്നെ. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു. പക്ഷെ രണ്ടാമത്തെ മോൻ നന്നായി കളിച്ചു. പക്ഷെ എന്നാലും ഒരു സങ്കടം, അവൻ കളിക്കാൻ എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്നപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം. പിന്നെ വീഡിയോ ഇടാനൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. പക്ഷേ ഇന്നലെ നൈറ്റ് ആകുമ്പോഴേക്കും എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താ ഇന്ന് വീഡിയോ ഇട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പേഴ്സണലായിട്ടും ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ആനുവൽ ഡേ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചാണ്, ഇനി എന്തായാലും ഇത് ഇടില്ല. അപ്പോൾ വീഡിയോ ആണെങ്കിൽ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല, ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇനി എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. ഡെയിലി ഇടാം കേട്ടോ, ഒരു ഷോർട്ട്സെങ്കിലും ഡെയിലി ഇടാം. പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഒരു 7 മണിയൊക്കെ ആയി. വീടെത്തുമ്പോൾ 7 മണിയായി. പിന്നെ അത് കഴിഞ്ഞൊരു വൈകുന്നേരം ഒരു പിറന്നാൾ റിസപ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അടുത്ത് തന്നെ. പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ വീടെത്തുമ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആയി. 9:45 10 മണിയായി. പിന്നെ ആ സമയത്ത് നമ്മൾ വീഡിയോ പിന്നെ ഇട്ടില്ല. പിന്നെ ഞാൻ രാവിലെ ഇടണം എന്നൊരു ഷോർട്ട്സ് ഇടണം എന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്നറിയില്ല, ഇടാൻ തോന്നിയില്ല. പിന്നെ അതുകൊണ്ടാണ്. അപ്പം ഈ ലോങ് വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ദിവസമായിട്ടാവും. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ എന്തായാലും എഡിറ്റ് ചെയ്ത് ഇടാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങളോട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഒരു ദിവസം വീഡിയോ ഇടാണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മനസ്സിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് എന്ന അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാം. കാരണം എനിക്ക് വീഡിയോയെക്കുറിച്ച് അത്ര അറിവൊന്നുമില്ല. എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ശരി, ഒന്ന് സംസാരിക്കാനാണെങ്കിൽ. അപ്പം നിങ്ങൾ അത് തെറ്റ് ചൂണ്ടിക്കാട്ടി തന്നാൽ എനിക്കത് തിരുത്തി മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനവും. ഈ വരുന്ന മാർച്ച് 9 10 ഞങ്ങളുടെ പൊങ്കലാണ്. അപ്പോൾ 2 ദിവസം ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോൾ വീഡിയോസ് ഇടാനൊന്നും സമയം കിട്ടില്ല. അത് മുൻകൂട്ടി ഞാൻ പറയുന്നു. മാർച്ച് 9 10 ഇവിടെ വീട്ടിൻ്റെ അടുത്ത് പൊങ്കലാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ പറയുന്നു. പിന്നെ 11 മോളുടെ ബർത്ത്ഡേ ആണ്. ഞാനപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇടാൻ ശ്രമിക്കാം. അപ്പോൾ 3rd ബർത്ത്ഡേ ആണ്, 3 വയസ്സായി മോൾക്ക്. അപ്പോൾ മാർച്ച് 11 വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു കേക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടൊരു ബർത്ത്ഡേ, ഒരു ചെറിയൊരു കേക്ക് വാങ്ങാൻ, മുറിക്കാം. അപ്പോൾ അതേപോലെ അംഗൻവാടിയിൽ കുറച്ച് കുട്ടികളുടെ അവർക്കൊരു മിഠായി കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ.
വേറെ പരിപാടിയൊന്നും വലുതായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയണമെന്ന് പറഞ്ഞു തരണേ. എനിക്ക് എഡിറ്റിംഗ്, വോയിസ് ഓവർ കൊടുക്കുക അതൊന്നും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു തരണം. ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.